റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണമോഷണത്തിൽ കൂടുതൽ നടപടിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. 3 പേർക്കെതിരെ കൂടി ഉടൻ നടപടിയെടുക്കാൻ തീരുമാനം. ദേവസ്വം പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാറിനെ സസ്പെൻഡ് ചെയ്യും. മുൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ, തിരുവാഭരണ കമ്മീഷണറായിരുന്ന KS ബൈജു എന്നിവരുടെ പെൻഷനും തടയും. വെള്ളിയാഴ്ച ദേവസ്വം വിജിലൻസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും നിർണായക ബോർഡ് യോഗം. ഇന്നും തിരുവനന്തപുരത്ത് തുടരും. അതേസമയം ഇന്നലെ സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥൻ മുൻപും ക്രമക്കേട് നടത്തിയയാളാണെന്നറിയുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലും മുരാരി ബാബു ക്രമക്കേട് നടത്തിയെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്. രുദ്രാക്ഷമാല കാണാതായതിൽ പങ്കുണ്ടെന്നും സംശയം. ഇയാൾക്കെതിരായ റിപ്പോർട്ട് ദേവസ്വം അവഗണിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും നിയമസഭ സ്തംഭിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സ്പീക്കർ തുടർച്ചയായി നിയമസഭ സ്തംഭിക്കുന്ന വിഷയത്തിൽ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് രാവിലെ. റഹീസ് റഷീദും ഹരിമോഹനും റോഷിപാലും ചേരും കൂടുതൽ വിവരങ്ങളുമായി. വെരി ഗുഡ് മോർണിംഗ് റഹീസ്. വെരി ഗുഡ് മോർണിംഗ് ഹരി. വെരി ഗുഡ് മോർണിംഗ് റോഷിപാൽ. റഹീസ്, അങ്ങനെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ചതുപോലല്ല, ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമേ നമ്മൾ ഇനിയും കണ്ടിട്ടുള്ളൂ. മുരാരി ബാബുവിനെ മാത്രമാണ് ഇതുവരെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ മുരാരി ബാബുവിനെ തുടർന്ന് 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരും. അതിൽ 2 പേർ വിരമിച്ചവർ. അവരുടെ പെൻഷനാനുകൂല്യമടക്കം തടയാനുള്ള നീക്കമുണ്ട്. ഒരാൾ ഇപ്പോഴും സർവീസിൽ തുടരുന്നു, സുനിൽ കുമാർ. എപ്പോഴേക്കായിരിക്കും നടപടി ഉണ്ടാവുക? കടുപ്പിക്കാനാണോ ദേവസ്വം ബോർഡിന്റെ തീരുമാനം? ഗുഡ് മോർണിംഗ് റഹീഷ്. ഗുഡ് മോർണിംഗ് അരുൺ. മുരാരി ബാബു ഒരു തുടക്കം മാത്രമാണ്. മറ്റു നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും. അതായത് വിജിലൻസിന്റെ SP സുനിൽകുമാർ വെള്ളിയാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുക. ഒപ്പം ആ റിപ്പോർട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും നൽകും. അത് നടപടിക്രമം അനുസരിച്ച് അങ്ങനെ ചെയ്യാറുണ്ട്. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം 3 ഉദ്യോഗസ്ഥർക്കെതിരെ, അതിൽ 2 പേർ സർവീസിൽ നിന്ന് വിരമിച്ച ആളാണ്, ഒരാൾ ഇപ്പോൾ സർവീസിലുള്ള ആളാണ്. ഈ 3 പേർക്കെതിരെ നടപടിയെടുക്കാൻ ഇന്നലെ ചേർന്ന ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി തീരുമാനമെടുത്തിട്ടുണ്ട്. ഇടക്കാല റിപ്പോർട്ടിൽ ഇവർക്കെതിരെയുള്ള പരാമർശങ്ങളും കണ്ടെത്തലുകളുമുണ്ട്. എങ്കിലും അന്തിമ റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടി ഉത്തരവായി ഇറക്കിയാൽ മതി എന്നതായിരുന്നു ഇന്നലത്തെ ഭരണസമിതി യോഗത്തിൽ തീരുമാനം. അതിൽ നിലവിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥൻ ശബരിമലയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പൊതുമരാമത്ത് വിഭാഗത്തിലുള്ള സുനിൽ കുമാറാണ്. മറ്റ് 2 പേർ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ കൊടുത്തുവിടുന്ന സമയത്ത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഡി സതീഷ് കുമാറും ഒപ്പം അന്ന് തിരുവാഭരണ കമ്മീഷണറായിരുന്ന KS ബൈജുവുമാണ്. ഈ 3 പേരും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരിമറി നടത്താൻ സഹായം ചെയ്തു. കൃത്യമായി നിയമങ്ങൾ എന്താണെന്ന് അറിയാവുന്ന 3 ഉദ്യോഗസ്ഥർ നേരത്തെ ഇന്നലെ സസ്പെൻഡ് ചെയ്ത മുരാരി ബാബുവിനൊപ്പം ചേർന്ന് ഈ 4 പേരാണ് ഉന്നത തലത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി അനുകൂലമായി ഫയലുകളും മറ്റു കാര്യങ്ങളും നീക്കിയത് എന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കുക. ഇതിൽ സുനിൽ കുമാറിനെ സർവീസിൽ നിന്ന് മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തത് പോലെ തന്നെ സസ്പെൻഡ് ചെയ്യാനാണ് ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. മറ്റു 2 പേർ നിലവിൽ സർവീസിലില്ല. അവരുടെ പെൻഷൻ തടഞ്ഞു വെക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അവരുടെ പെൻഷൻ ആനുകൂല്യം തിരിച്ചു പിടിക്കാൻ നിയമപരമായി കഴിയുമെങ്കിൽ അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് കൂടി കടക്കാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നും ദേവസ്വം ബോർഡിന്റെ യോഗം തുടരുന്നുണ്ട്. ഡോക്ടർ അരുൺകുമാർ. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. 3 ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടി വരുന്നു. മുരാരി ബാബുവിൽ ഒതുങ്ങില്ല എന്നർത്ഥം. മുരാരി ബാബുവിന്റെ കാര്യത്തിലാണെങ്കിൽ നേരത്തെ തന്നെ ഈ മുരാരി ബാബു ഏറ്റുമാനൂർ ക്ഷേത്രത്തിലിരുന്നപ്പോഴും ഇത്തരമൊരു ക്രമക്കേട് നടത്തിയതായി വിജിലൻസിന് വിവരമുണ്ട്. പക്ഷേ അന്നത്തെ റിപ്പോർട്ട് ദേവസ്വം ബോർഡ് അവഗണിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ക്ഷണിച്ചു വരുത്തിയ വിന എന്ന് പറയേണ്ടി വരും. ഇതൊരൊറ്റ വ്യക്തിയിൽ തീരുമെന്ന് തോന്നുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ നിയമ നടപടി വന്നേക്കും. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായിരിക്കില്ല. ഇതിന് കൂട്ടുനിന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് വേണ്ടത്. ഹരി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹരി, ഗുഡ് മോർണിംഗ് ഹരി. ഈ മുരാരി ബാബു ഒരു ചെറിയ മീനല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളാണ് ചെമ്പുപാളികൾ എന്ന് പറഞ്ഞത്. ഇന്നലെയും ഇത് ചെമ്പ് പൂശിയതാണ് എന്ന നിലപാടിൽ തന്നെയായിരുന്നു മുരാരി ബാബു. തനിക്കെതിരെ നടപടി വരുന്നു എന്നറിയുമ്പോഴും മുരാരി ബാബു അതേ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. നേരത്തെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലും ഈ മുരാരി ബാബു ഒരു ക്രമക്കേട് നടത്തിയതായിട്ട് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. അത് ദേവസ്വം ബോർഡ് അവഗണിച്ചിരുന്നു. എന്താ ഹരി ആ മുരാരി ബാബുവിന്റെ ഈ പഴയ കേസ് ഹിസ്റ്ററിയിൽ പറയുന്ന കാര്യങ്ങൾ?
അരുൺ, ഗുഡ് മോർണിംഗ്. അതായത് ശബരിമല സ്വർണ്ണപ്പാളിൽ തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുന്നതല്ല മുരാരി ബാബുവിന്റെ ചരിത്രം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ ദേവസ്വം വിജിലൻസ് നേരത്തെ തന്നെ നടത്തിയിരുന്നു. അത് പക്ഷേ 2021 ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരിക്കെ മുരാരി ബാബു വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടത്തി എന്നുള്ളതായിരുന്നു അന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണ രുദ്രാക്ഷമാല കാണാതായതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സ്വർണ്ണ രുദ്രാക്ഷമാല കാണാതായത് മാത്രമാണ് എല്ലാവരും അറിഞ്ഞത്. പക്ഷേ അതിനുശേഷം അതിന് തൊട്ടു പിന്നാലെ അതേ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് തീ പിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സംഭവം ഉണ്ടായി. അത് പക്ഷേ ഇവർ മറച്ചു വെച്ചു എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസിന്റെ ഒരു കണ്ടെത്തൽ. അതായത് മുരാരി ബാബുവും, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവും ഒപ്പം ഉപദേശക സമിതിയും ചേർന്നുകൊണ്ട് ഈ വിവരങ്ങളൊക്കെ തന്നെ മറച്ചു വെച്ചു എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസ് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇതേ ക്ഷേത്രത്തിൽ തന്നെ പല വിധത്തിലുള്ള വഴിപാടുകൾ, അതായത് വലിയ രീതിയിൽ പണം വാങ്ങി നടത്തുന്ന ചില വഴിപാടുകളുണ്ട്. 1000 കുടം അഭിഷേകം അടക്കമുള്ള കുറേ വഴിപാടുകൾ. ഈ വഴിപാടുകൾക്കൊന്നും പൈസ വാങ്ങാതെ രസീത് നൽകുക എന്നുള്ളതായിരുന്നു ഇവരുടെ രീതി. രസീത് നൽകാതെ പണം വാങ്ങുക എന്നുള്ളതായിരുന്നു ഇവരുടെ രീതി. അത്തരത്തിൽ ധാരാളം പണപ്പിരിവുകൾ ഇയാൾ നടത്തിയിട്ടുണ്ട് എന്നതടക്കം ദേവസ്വം വിജിലൻസ് 2021 കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിഹാരക്രിയകൾ ഒരുപാട് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവുമായി നടത്തിയിട്ടുണ്ട്. ആ പരിഹാരക്രിയകളിൽ ധാരാളം പണമിടപാടുകൾ ഇയാൾ നടത്തുകയും അതിൻ്റെ ഒന്നും രേഖകളിൽ ഉൾപ്പെടുത്താതെ ഉള്ള പ്രവർത്തനമായിരുന്നു ഇവർ നടത്തിയിരുന്നത്. അതിന് മുരാരി ബാബു മാത്രമല്ല, ഉപദേശക സമിതിയും കൂട്ടുനിന്നു എന്നുള്ളതാണ് അന്നത്തെ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ശ്രീകോവിലെ സ്വർണ്ണ പ്രഭയിൽ 3 സ്വർണ്ണ നാഗപ്പത്തികൾ പതിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സംഭവം കൂടി അക്കാലത്തുണ്ടായിരുന്നു. അതിന് പക്ഷേ ദേവസ്വം ബോർഡിന്റെ അനുമതി വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ദേവസ്വം ബോർഡിന്റെ അനുമതി വാങ്ങാതെ ഇത്തരത്തിൽ സ്വർണ്ണ നാഗപ്പത്തികൾ പതിപ്പിക്കുക എന്ന് പറയുന്ന ഒരു നടപടിയിലേക്ക് ഇവർ കടക്കുകയും ചെയ്തു. അതിന്റെ കണക്കും കാര്യങ്ങളും ഒക്കെ ദേവസ്വം ബോർഡ് പരിശോധിക്കണമെന്ന് ഈ ദേവസ്വം വിജിലൻസ് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത്തരത്തിൽ 2021 ജനുവരി മാസമാണ് 2021 ജനുവരി മാസത്തിൽ നടന്ന സംഭവത്തിൽ 2022 റിപ്പോർട്ട് സമർപ്പിച്ചു. പക്ഷേ ദേവസ്വം ബോർഡ് അതിൽ പിന്നീട് നടപടികളൊന്നും എടുത്തില്ല. അതിനുള്ള തെളിവ് കൂടിയാണ് പിന്നീട് ശബരിമലയുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ തസ്തികയിലേക്ക് 2024 മുരാരി ബാബു വന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അരുൺ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മുരാരി ബാബു ചെയ്തത് എന്താണെന്നറിയാമോ? ഞാനിപ്പോൾ ഇന്ന് പത്രത്തിൽ വായിക്കുകയായിരുന്നു. കണ്ഠ രാജീവിനെ സമീപിച്ചപ്പോൾ കണ്ഠ രാജീവ് പറഞ്ഞത് ഈ സ്വർണ്ണപ്പാളിയാണ് എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കണ്ഠ രാജീവിന്. തന്ത്രി പറയുന്നത് ഇതാണ്: മുരാരി ബാബു പറഞ്ഞത് തെറ്റാണ്, അറ്റകുറ്റപ്പണി നടത്തണം, താൻ അറ്റകുറ്റപ്പണിക്ക് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിൽ നിന്ന് നൽകിയ കത്ത്. മുരാരി ബാബു പറയുന്നത് തന്ത്രിയാണ് കത്ത് നൽകിയത്. 2019 കാര്യമാണ്. ആ 2019 തന്ത്രി കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ആ ചെമ്പുപാളികൾ സ്വർണ്ണഭൂഷണായിട്ട് കൊണ്ടുപോയത് എന്നാണ് പറയുന്നത്. ആ വാചകം ഇങ്ങനെയാണ്: മുരാരി ബാബു പറയുന്നത് ശില്പങ്ങളിലും മറ്റും ചെമ്പു തെളിഞ്ഞതിനാലാണ് വീണ്ടും സ്വർണം പൂശാൻ നൽകിയത്. തന്ത്രിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് നൽകിയത് എന്ന് പറയുന്നു. തന്ത്രി രാജീവ് കണ്ഠര് പറയുന്നു മുരാരി ബാബുവിന്റെ പരാമർശം തെറ്റാണ്, അറ്റകുറ്റപ്പണി നടത്താൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിൽ നിന്ന് നൽകിയ കത്തിനാണ് മറുപടി നൽകിയത്. അപ്പോൾ ആദ്യം ദേവസ്വം ബോർഡാണ് അങ്ങോട്ട് കൊടുത്തത്. എന്നിട്ടാണ് തന്ത്രി പറയുന്നത് സ്വർണം പൊതിഞ്ഞ ദ്വാരപാലകരുടെ അങ്കിയുടെ കേടുപാടുകൾ പരിഹരിക്കാമെന്ന മറുപടിയാണ് നൽകിയത്. ആര്? തന്ത്രി കണ്ഠ രാജീവന്. ആ മറുപടി തങ്കം പൊതിഞ്ഞത് പോയി, തങ്കവും പൊന്നും ഒക്കെ എടുത്തു കളഞ്ഞിട്ട് അത് ചെമ്പ് മാത്രമാക്കി മാറ്റിയ മുരാരി ബാബുവിന്റെ കൗശലമാണ് ഇപ്പോൾ വിജിലൻസിന് സംശയം തോന്നിയത്. അങ്ങനെ ആദ്യമായി ഈ വിജയമല്യ പതിഞ്ഞ സ്വർണം പാകിയ ഈ പാളികളെ, ദ്വാരപാലകരുടെ കവചങ്ങളെ ചെമ്പുപാളികളാക്കി മാറ്റി വിദ്വാന്റെ പേരാണ് മുരാരി ബാബു. രസതന്ത്രത്തിന്റെ നോബൽ ഉണ്ടല്ലോ, ഈ മുരാരി ബാബുവിന് കൊടുക്കണം എന്നാണ് ഇന്ന് പലരും പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കി.